ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പിഎം സ്വനിധി ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. 1 ലക്ഷം തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പാ വിതരണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ പത്തനംതിട്ടയിലെത്തും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സാധ്യതകൾ പഠിക്കാൻ നിയോഗിച്ച ഉന്നതതല സമിതി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് റിപ്പോർട്ട് കൈമാറി. പൌരത്വ ഭേദഗതി നിയമം ആരുടെയും പൌരത്വം ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും രാജ്യമൊട്ടാകെ ഇത് നടപ്പാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സഭ്യേതരമായ ഉള്ളടക്കം ഉൾപ്പെടുത്തിയതിന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം 18 OTT പ്ലാറ്റ്ഫോമുകൾ ബ്ലോക്ക് ചെയ്തു. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ ബംഗളൂരു FCയെ നേരിടും. വാർത്തകൾ വിശദമായി. പിഎം സ്വനിധി ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. JLN സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ 1 ലക്ഷം തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകൾ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. തെരുവോര കച്ചവടക്കാരുടെ ശാക്തീകരണത്തിനായി 2020 ജൂൺ 1 ആരംഭിച്ച പിഎം സ്വനിധി പദ്ധതിയിലൂടെ 10,978 കോടി രൂപയുടെ വായ്പയാണ് ഇതിനകം വിതരണം ചെയ്തത്. 62 ലക്ഷത്തിലധികം തെരുവോര കച്ചവടക്കാർക്കാണ് പദ്ധതിയിലൂടെ ഇതിനകം സഹായം ലഭിച്ചത്. ഡൽഹി മെട്രോ 4ാം ഘട്ടത്തിന്റെ ഭാഗമായ 2 ഇടനാഴികളുടെ തറക്കല്ലിടലും അദ്ദേഹം ചടങ്ങിൽ നിർവഹിക്കും. ലജ്പത് നഗർ, സാകേത്, ഇന്ദ്രലോക്, ഇന്ദ്രപ്രസ്ഥ ഇടനാഴികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. പത്തനംതിട്ടയിൽ NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിന്റെ സാധ്യതകൾ പഠിക്കാൻ നിയോഗിച്ച ഉന്നതതല സമിതി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് റിപ്പോർട്ട് കൈമാറി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നിയമസഹമന്ത്രി അർജുൻ രാം മേഘ്വാൾ, മുൻ കേന്ദ്രമന്ത്രി ഗുലാം നബി ആസാദ് തുടങ്ങിയവർ സമിതിയിലെ അംഗമാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സാധ്യതകൾ പരിശോധിക്കുന്നതിനായി 2023 സെപ്റ്റംബറിലാണ് ഉന്നതതല സമിതി രൂപീകരിച്ചത്. പൌരത്വ ഭേദഗതി നിയമം ആരുടെയും പൌരത്വം ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. പൌരത്വ നിയമ ഭേദഗതി പിൻവലിക്കില്ലെന്നും രാജ്യമൊട്ടാകെ ഇത് നടപ്പാക്കുമെന്നും ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ പൌരത്വ പട്ടികയും പൌരത്വ ഭേദഗതി നിയമവും തമ്മിൽ ബന്ധമില്ല. പൌരത്വം സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അനുച്ഛേദം 11 പാർലമെന്റിന് അധികാരം നൽകുന്നുണ്ടെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. അപേക്ഷകരുടെ അഭിമുഖം സംസ്ഥാനങ്ങൾ നടത്തിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് നടത്തും. തെരഞ്ഞെടുപ്പിന് ശേഷം CAA നടപ്പാക്കാൻ എല്ലാവരും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. हमारे संविधान के अनुच्छेद 11 में संसद ने नागरिकता के बारे में कानून बनाने का अधिकार केवल और केवल भारत की संसद को दिया गया है. केंद्र का विषय है, केंद्र और राज्यों का साझा विषय नहीं है. तो नागरिकता के बारे में कानून और कानून का इम्प्लीमेंटेशन वो दोनों हमारे संविधान की 246/1 अनुच्छेद के माध्यम से इसको शेड्यूल 7 में डाला गया है, जो केंद्र की इसकी तमाम शक्तियां केंद्र को दी गई है. സഭ്യേതരമായ ഉള്ളടക്കം ഉൾപ്പെടുത്തിയതിന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം 18 OTT പ്ലാറ്റ്ഫോമുകൾ ബ്ലോക്ക് ചെയ്തു. 19 വെബ്സൈറ്റുകൾ, 10 മൊബൈൽ ആപ്ലിക്കേഷനുകൾ, 57 സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ എന്നിവയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. IT നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് നടപടി. പേടിഎം ഫാസ്ടാഗ് ഉപഭോക്താക്കൾ നാളേക്ക് മുൻപായി മറ്റ് ബാങ്കുകളുടെ ഫാസ്ടാഗുകളിലേക്ക് മാറണമെന്ന് ദേശീയപാത അതോറിറ്റി. പേടിഎം പേയ്മെന്റ്സ് ബാങ്കിനുമേൽ റിസർവ് ബാങ്ക് ചുമത്തിയ നിയന്ത്രണങ്ങൾ അനുസരിച്ച് ഈ മാസം 15 ശേഷം പേടിഎം ഫാസ്ടാഗ് ഉപഭോക്താക്കൾക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ദേശീയപാതകളിലൂടെയുള്ള യാത്രയ്ക്കിടെ പിഴകൾ, ഇരട്ടി ചാർജ് ഈടാക്കൽ എന്നിവ ഒഴിവാക്കാൻ മറ്റ് ബാങ്കുകളുടെ ഫാസ്ടാഗുകളിലേക്ക് മാറണമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിർദ്ദേശിച്ചു. എന്നാൽ അക്കൌണ്ടിൽ ശേഷിക്കുന്ന തുക തുടർന്നും ഉപയോഗിക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
കൊച്ചി വാട്ടർ മെട്രോയുടെ മുളവുകാട് നോർത്ത്, സൌത്ത് ചിറ്റൂർ, ഏലൂർ, ചേരാനെല്ലൂർ എന്നീ 4 ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 2 പുതിയ റൂട്ടുകളിലാണ് കൊച്ചി വാട്ടർ മെട്രോ ഞായറാഴ്ച മുതൽ പുതുതായി സർവീസ് ആരംഭിക്കുന്നത്. ഇതോടെ 9 ടെർമിനലുകളിലായി 5 റൂട്ടുകളിലേക്ക് കൊച്ചി വാട്ടർ മെട്രോ സർവീസ് വ്യാപിക്കും. 40 രൂപയാണ് പരമാവധി ടിക്കറ്റ് നിരക്ക്. മനുഷ്യമൃഗ സംഘർഷം രൂക്ഷമായ സാഹചര്യം വിലയിരുത്താൻ വിദഗ്ധ സംഘം വയനാട്ടിൽ എത്തി. വയനാട് ഗൂഡല്ലൂർ പ്രദേശങ്ങളിലെ മനുഷ്യമൃഗ സംഘർഷം സംഘം വിലയിരുത്തും. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുടെ 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ജനുവരിയിൽ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത ശേഷമുള്ള ഷെറിംഗിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത്. ഈ മാസം 18 വരെ നീണ്ടുനിൽക്കുന്ന സന്ദർശനത്തിനിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മുംബൈയിലും ഭൂട്ടാൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ സന്ദർശനം ഉപകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അഗ്നിവീരന്മാരുടെ 3ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് INS ചിൽക്കയിൽ നാളെ നടക്കും. വനിതകൾ ഉൾപ്പെടെ ചിൽക്കയിൽ കഠിന പരിശീലനം പൂർത്തിയാക്കിയ 2600ഓളം അഗ്നിവീരന്മാരാണ് നാളെ പങ്കെടുക്കുക. നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ മുഖ്യാതിഥിയാകും. അഗ്നിവീരന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് പുറമെ മുൻ സൈനിക ഉദ്യോഗസ്ഥർ, കായിക താരങ്ങൾ എന്നിവരും പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാനെത്തും. ഉത്തരാഖണ്ഡ് സർക്കാർ പുറപ്പെടുവിച്ച ഏകീകൃത സിവിൽ കോഡ് ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ഈ ബിൽ നടപ്പാക്കുന്നതോടെ സ്വാതന്ത്ര്യാനന്തരം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡൽഹിയിലെ ഷഗ്ദാര മേഖലയിലെ ഒരു വീട്ടിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 4 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനായിട്ടില്ല. 18 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചതായി അഗ്നിശമന സേന അറിയിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നീറ്റ് ഡെന്റൽ സർജറി, നീറ്റ് MDS പരീക്ഷാ കേന്ദ്രങ്ങൾ ഇല്ലെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഷില്ലോങ്, നഹർലഗൻ, കോഹിമ, ഐസ്വാൾ, ഗുവാഹത്തി, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായി $181 ദശലക്ഷം വായ്പാ കരാറിൽ കേന്ദ്ര സർക്കാർ ഒപ്പുവച്ചു. അഹമ്മദാബാദിന്റെ നഗരവത്കരണം മെച്ചപ്പെടുത്തുന്നതിനാണ് തുക വിനിയോഗിക്കുക. അഹമ്മദാബാദ് നഗര പദ്ധതിക്ക് കീഴിൽ 166 കിലോമീറ്റർ ജലവിതരണ ശൃംഖല, 126 കിലോമീറ്റർ മഴവെള്ള ഡ്രെയിനേജ്, 300 കിലോമീറ്റർ മലിനജല സംവിധാനങ്ങൾ, 4 മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവ നിർമ്മിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡുമായി 8,073 കോടി രൂപയുടെ 2 കരാറുകളിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. 34 അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് കരാർ. കരസേനയ്ക്ക് വേണ്ടി 25 അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും തീര സംരക്ഷണ സേനയ്ക്കായി 9 അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളുമാണ് വാങ്ങുന്നത്. ISLൽ ഇന്ന് FC ഗോവ ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ഗോവ ഫത്തോദ സ്റ്റേഡിയത്തിലാണ് മത്സരം. രഞ്ജി ട്രോഫി കലാശ പോരാട്ടത്തിൽ മുംബൈക്കെതിരെ വിദർഭ പൊരുതുന്നു. 5ാം ദിവസം ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞപ്പോൾ 5 വിക്കറ്റിന് 333 റൺസ് എന്ന നിലയിലാണ് വിദർഭ. മുംബൈ ഉയർത്തിയ 538 റൺസ് എന്ന ലക്ഷ്യം കീഴടക്കാൻ വിദർഭയ്ക്ക് ഇനി 205 റൺസ് കൂടി വേണം. നേരത്തെ 1ാം ഇന്നിംഗ്സിൽ വിദർഭ 105 റൺസിന് പുറത്തായിരുന്നു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയന്റ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ജയം. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. 7 വിക്കറ്റിനാണ് ഡൽഹിയുടെ ജയം. ഡൽഹി ക്യാപിറ്റൽസ് 13.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 129 റൺസ് എടുത്തു. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 493 പോയിന്റ് നേട്ടത്തിൽ 73,261ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 173 പോയിന്റ് ഉയർന്ന് 22,171ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 200 രൂപ കൂടി 48,480 രൂപയായി. ഗ്രാമിന് 6,060 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. PM സ്വനിധി ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. 1 ലക്ഷം തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പാ വിതരണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ പത്തനംതിട്ടയിൽ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സാധ്യതകൾ പഠിക്കാൻ നിയോഗിച്ച ഉന്നതതല സമിതി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് റിപ്പോർട്ട് കൈമാറി. പൌരത്വ ഭേദഗതി നിയമം ആരുടെയും പൌരത്വം ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും രാജ്യമൊട്ടാകെ ഇത് നടപ്പാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ.
സഭ്യേതരമായ ഉള്ളടക്കം ഉൾപ്പെടുത്തിയതിന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം 18 OTT പ്ലാറ്റ്ഫോമുകൾ ബ്ലോക്ക് ചെയ്തു. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ ബംഗളൂരു FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.